നമസ്കാരം. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ കാമത ഏകാദശി വന്നെത്തിയിരിക്കുകയാണ്. ഒരുവന്റെ എല്ലാ ലൗകിക ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതിനുതകുന്ന ഏകാദശിയാണ് കാമത ഏകാദശി. പത്മപുരാണത്തിലാണ് ഈ ഏകാദശിയുടെ വ്രതമാഹാത്മ്യ കഥ പറയുന്നത്. പുണ്ടരിക രാജാവ് ഭരിച്ചിരുന്ന സമ്പന്നമായ രാജ്യമായിരുന്നു രത്നപുരി. അവിടെ നവദമ്പതികളായ ലളിതെന്ന ഗന്ധർവനും ലളിത എന്ന അപ്സരസും താമസിച്ചു പോന്നിരുന്നു. രാജകൊട്ടാരത്തിലെ ഗായകനും നർത്തകിയുമായിരുന്നു അവർ. ഒരിക്കൽ രാജസദസ്സിൽ ഗാനാലാപനത്തിനിടയിൽ ഒരു നിമിഷം ലളിത തൻ്റെ ഭാര്യയെ ശ്രദ്ധിക്കുകയും തൽഫലമായി ലളിതിൻ്റെ ഗാനത്തിൽ ചെറിയ താളപ്പിഴവുണ്ടാകുകയും ചെയ്തു. ഇത് രാജാവിനെ പ്രകോപിപ്പിച്ചു. കോപാകുലനായ രാജാവ് ലളിതിനെ ശപിച്ചു രാക്ഷസനാക്കി മാറ്റി. ലളിത ഭർത്താവിനൊപ്പം തന്നെ വനങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു. അങ്ങനെ ഒരിക്കൽ ലളിത ശൃംഗി മഹർഷിയെ കണ്ടുമുട്ടുകയും തൻ്റെ ഭർത്താവിന് ശാപമോക്ഷത്തിന് ഒരു വഴിക്കായി അപേക്ഷിക്കുകയും ചെയ്തു. മറുപടിയായി മഹർഷി കാമത ഏകാദശി അനുഷ്ഠിക്കാൻ ഉപദേശിച്ചു. ഇപ്രകാരം ലളിത വ്രതം അനുഷ്ഠിക്കുകയും വ്രതപുണ്യത്തിലൂടെ ഭർത്താവിനെ തിരികെ ഗന്ധർവ രൂപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ പാപങ്ങൾ നശിക്കുക മാത്രമല്ല, ഏതൊരാഗ്രഹങ്ങളും സഫലമാകുകയും ചെയ്യുന്നു എന്നാണ്. തലേന്ന് ദശമി നാളിൽ ഒരിക്കലൂണോടുകൂടി വ്രതം ആരംഭിക്കാം. സസ്യാഹാര ഭക്ഷണം, പകലുറക്കം പാടില്ല, ബ്രഹ്മചര്യനിഷ്ഠ, മാനസിക ശാരീരിക ശുദ്ധി തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക. ഏകാദശി ദിനത്തിൽ വെളുപ്പിനുണർന്ന് കുളിച്ച് ഭഗവത് ഭജനത്തിൽ ഏർപ്പെടുക. ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു ഭഗവാനെ ശ്രീകൃഷ്ണനായും ഈ ദിവസം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസമായോ പാലും ഫലവർഗാദികളും ഭക്ഷിച്ചോ തുളസി തീർത്ഥം സേവിച്ചോ വ്രതമെടുക്കാവുന്നതാണ്. ധാന്യഭക്ഷണം, ഉള്ളി, വെളുത്തുള്ളി ഇവ ഒഴിവാക്കുക. ദാനം നൽകുന്നത് അത്യുത്തമമായ കാര്യമാണ്. തുളസിയില കൊണ്ടുള്ള അർച്ചനയും തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കുന്നതും ഉത്തമം. നെയ്വിളക്ക് കൊളുത്തുന്നതും വളരെ ഉത്തമമായ കാര്യമാണ്. സദാ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് കഴിയുക. പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ദ്വാദശി ദിനത്തിലും സസ്യാഹാര ഭക്ഷണം, പകലുറക്കം പാടില്ല തുടങ്ങിയ വ്രതനിഷ്ഠകൾ പാലിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തവണ കാമത ഏകാദശി വരുന്നത് 2025 ഏപ്രിൽ 8 ചൊവ്വാഴ്ചയാണ്. ഏകാദശി തിഥി ഏപ്രിൽ 7 രാത്രി 8 മണി മുതൽ ഏപ്രിൽ 8 രാത്രി 9:13 വരെയാണ്. ഹരിവാസര സമയം ഏപ്രിൽ 8 ഉച്ചയ്ക്ക് 3:30 മുതൽ ഏപ്രിൽ 9 പുലർച്ചെ 3:40 വരെയാണ്. പാരണ വീടേണ്ടത് ഏപ്രിൽ 9 രാവിലെ 6:20 കഴിഞ്ഞ് 8:45 വരെയാണ്. ഒരു വ്യക്തിക്ക് അവൻ്റെ പുണ്യങ്ങൾ വീണ്ടെടുക്കാനും ഇതുവഴി അവരെയും അവരുടെ കുടുംബത്തിനെയും സംരക്ഷിക്കാനും ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ ഫലം ലഭിക്കുന്നു. യഥാവിധി അനുഷ്ഠിക്കുന്ന വ്രതത്തിലൂടെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യം ഫലമായി ലഭിക്കുന്നു. മോക്ഷപ്രാപ്തിയും വൈകുണ്ഠപ്രാപ്തിയും ഫലം നൽകുന്ന ഈ ഏകാദശി ഏവർക്കും അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. നന്ദി, നമസ്കാരം.